വാലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി റവ കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് റവ, നെയ്യ്, കടുക്, ഉഴുന്നും പരിപ്പ്, കറിവേപ്പില, ഉണക്കമുളക്, പച്ചമുളകാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ സവാള. ഇനി നമുക്ക് തയ്യാറാക്കാം. നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. കുറച്ച് ചൂടുവെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ആ വറ്റൽ മുളക് ഒന്ന് മൂത്ത് വരണം. നമുക്കൊന്ന് കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. റോസ്റ്റഡ് റവയാണെങ്കിൽ കൂടിയും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറ്, ലൈറ്റ് ഒരു ബ്രൗൺ ആവില്ലേ, അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ അലുവ പോലെ കട്ടിയായിപ്പോവും. നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ആ ഒരു പ്രശ്നം വരില്ല. വെള്ളം ചൂടായി വരുന്നുണ്ട്, അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു ബ്രൗണായി വരുന്നുണ്ട്. തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച ചൂടുവെള്ളം. ആ റവ ഒന്ന് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ചിരികി അല്പം തേങ്ങയും ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പം ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചിരിക തേങ്ങ അല്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്ന് 1-2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം. നമുക്കിതൊന്ന് ഇനി ഒന്ന് തുറന്ന് നോക്കി ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കട്ട കെട്ടാതെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ചെറിയ തീയിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഒരു സെക്കൻഡ് അടച്ചു വെച്ച് വേവിക്കാം. തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ നെയ്യുടെ ആ ഒരു മണമില്ലേ, അതിങ്ങനെ വരുക. നല്ല നെയ്യ് ഒഴിച്ചോളൂ, നല്ലൊരു മണമാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഉപ്പുമാവ് റെഡിയായി. ഇതിന് നല്ലൊരു കോമ്പിനേഷൻ കറി എന്താണെന്നറിയാമോ? സാമ്പാറും വെള്ള തേങ്ങ ചട്നിയില്ലേ, അതുമാണ്. ഞാനിത് തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് കഴിച്ചതാണ്. അപ്പോൾ സാമ്പാറും ചട്നിയും കൂടി കഴിക്കുമ്പോൾ ഇങ്ങനൊരു ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്തത്. നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സാമ്പാറും ചട്നിയും ട്രൈ ചെയ്യാൻ മറക്കല്ലേ.